ഹലോ, ഇന്ന് നമുക്കൊരു ചെമ്മീൻ അച്ചാർ റെസിപ്പി ഉണ്ടാക്കാം. എൻ്റെ തങ്കമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു അച്ചാർ റെസിപ്പിയാണിത്. ഗ്യാസ് ഓൺ ചെയ്യുന്നു, അത് മുരുളി വെക്കുന്നു, പിന്നെ എണ്ണ ആവശ്യത്തിന് അതിലേക്ക് ഒഴിക്കുന്നു. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം സിമ്മിലിട്ടതിന് ശേഷം 250 ഗ്രാം ഇഞ്ചിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 2 കിലോ ചെമ്മീനാണ് ഞാൻ 250 ഗ്രാം ഇഞ്ചി ആഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഓവറായിട്ട് ഇഞ്ചി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി ഒരു 300 ഗ്രാം കൂടിപ്പോയാൽ അത് എടുത്താൽ മതിയായിരിക്കും. ഇഞ്ചി നല്ല പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഈ മൂപ്പൊക്കെ ആയതിനു ശേഷം നമ്മളതിലേക്ക് വെളുത്തുള്ളി, ഇതിന് ശേഷമാണ് വെളുത്തുള്ളി ആഡ് ചെയ്യുക. വെളുത്തുള്ളി ഞാനിവിടെ ഒരു 300 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഒരു 400 ഗ്രാം വരെ എടുത്താലും കുഴപ്പമില്ല. അതിന് ഈ ഇഞ്ചി ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നല്ലപോലെ വാട്ടിയെടുക്കുന്നു. നല്ല ഓവറായിട്ട് നമ്മളിത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4% മൂപ്പാവുമ്പോൾ നമ്മളതിലേക്ക് ചൂനിമുളക് ഇടണം. ചൂനിമുളക് ഇടുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം ചൂനിമുളക് ഇടാനായിട്ട്. ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്, ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നും കൂടിയിട്ട് നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കുന്നു. അഥവാ ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സിമ്മിലിടുക. അഥവാ സിമ്മാണെന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ അത് കൂട്ടി കൊടുക്കുക. ഫ്ലെയിം ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കണം. ഓവറായിട്ട് നമ്മൾ വാട്ടരുത്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനൊരു 4 ടീസ്പൂണാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച്, എരിവിനനുസരിച്ച് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ചൂനിമുളക് ഇതിലുള്ള കാരണം ആവശ്യത്തിന് എരിവ് ഇതിലുണ്ടായിരിക്കും. അപ്പം 3 ടീസ്പൂൺ എണ്ണ മതിയായിരിക്കും. ഇതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന 2 കിലോ ചെമ്മീൻ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിട്ടിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി നല്ല പോലെ ഇളക്കുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ചെമ്മീൻ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ അനിയൻ അജ്മാലിലാണ്, അപ്പോൾ അവന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊടുത്തു വിടാനായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ഇത്തിരി സ്നേഹം കൂടി വാരി വിതറിയിട്ടുണ്ട് കേട്ടോ. അവന് ഈ ചെമ്മീൻ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ആ ചെമ്മീൻ്റെ ആ ഒരു ഇതും വെളുത്തുള്ളി, അതാ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചെമ്മീനും വെളുത്തുള്ളിയും വരുന്നത്. നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം മുളക് പൊടി ഇടാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഓഫാക്കിയിട്ട് ഇട്ടാലും പ്രശ്നമില്ല, കാരണം അത് കരിഞ്ഞു പോവും. ഓവറായിട്ട് ഫ്ലെയിം ആണെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമ്മളിതിൽ ആഡ് ചെയ്യാം. ഓരോരുത്തരുടെയും ആവശ്യാനുസരണം ഉപ്പ് നമുക്കിതിൽ ആഡ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു 3 ടീസ്പൂണോളം സോൾട്ടാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വിനീഗർ ഒരു 250 മില്ലി ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വിനീഗർ ഒഴിക്കണത് ഇത് കേടാവാതിരിക്കാനും, പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വിനീഗർ മസ്റ്റാണ്. വിനീഗർ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി ചെമ്മീൻ അച്ചാർ റെഡിയായി.